ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ഒപ്പം കൂട്ടിയാൽ കോൺഗ്രസും UDF-ഉം അനുഭവിക്കും എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനുണ്ട് കേരളത്തിൽ. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ വർത്തമാനം ഒന്ന് കേൾക്കാം. UDF ചെയ്ത വേറൊരു വലിയൊരു അന്യായം എന്ന് ഞാൻ വിചാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ബന്ധമാണ്. വെൽഫെയർ പാർട്ടിയായിട്ട് അവർക്ക് നീക്കുപോക്കുണ്ട് എന്നാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നത് പല നിലയ്ക്ക് ആപത്താണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതിൻ്റെ ദുഷ്ഫലങ്ങൾ UDF പ്രത്യേകിച്ചും പൊതുവിൽ കേരള സമൂഹം അനുഭവിക്കേണ്ടി വരും. യൂത്ത് കോൺഗ്രസ്സുകാരുടെ യൂത്ത് ലീഗുകാരുടെയൊക്കെ കൂടെ ഈ ഇലക്ഷൻ വർക്ക് നടക്കാൻ പോകുന്ന ആരാണ്? ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. മുസ്ലിം ലീഗിൻ്റെ അണികളിലേക്ക് ഈ മതരാഷ്ട്രവാദത്തിൻ്റെ മതമൗലികവാദത്തിൻ്റെ ആശയങ്ങൾ നുഴഞ്ഞു കയറാൻ ഇടയാക്കും അവർ ഒന്നിച്ചുള്ള ഈ പ്രവർത്തനം. അത് തീർച്ചയായിട്ടും കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തിന് ഒരു ഭീഷണിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ മാഷേ, കോൺഗ്രസ്സുകാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ കൂട്ടിയതിൻ്റെ ഫലം. ദശാബ്ദങ്ങളായി ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി പോലൊരു പ്രസ്ഥാനത്തിനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്. ജമാഅത്തിനെ രണ്ട് പറഞ്ഞാൽ മീഡിയയിൽ ഒരു സ്പേസ് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ. ഇദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് അതല്ലാതെ മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല. ഏതൊരു വ്യക്തിയായാലും ഉന്നയിക്കുന്ന ആരോപണത്തിന് എന്തെങ്കിലും തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ അത് കേവലം ഒരു ആരോപണം മാത്രമാണ്. ഇദ്ദേഹം ദശാബ്ദങ്ങളായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിരന്തരം വർഗീയതയും മതരാഷ്ട്രവാദവും തീവ്രവാദവും ഒക്കെ ആരോപിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരെ പോലെ തന്നെ ഇദ്ദേഹവും ഇന്നുവരെ അതിനൊരു തെളിവും നൽകിയിട്ടില്ല. ഇത്തരക്കാർ പറഞ്ഞ ഒരു അഭിപ്രായം, ജമാഅത്തെ ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ കൂടെ കൂട്ടിയാൽ മലബാർ ഭാഗത്ത് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിന് പുറത്ത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. ഇതുപോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെ അറിയാമെന്നാണ്. നിങ്ങളെപ്പോലുള്ളവരുടെ ഇത്തരം അടിസ്ഥാനരഹിതമായ ചാപ്പയടിക്കലുകൾ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതാദ്യമല്ല, ഇതിനു മുമ്പ് 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം പരാജയപ്പെട്ട ഒരു ചാപ്പയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രയോഗിച്ച മതരാഷ്ട്രവാദവും തീവ്രവാദവും ഭീകരവാദവും ഒക്കെ. അരിയാഹാരം കഴിക്കുന്ന, വായിക്കുന്ന, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രബുദ്ധരായ മലയാളികൾ അതിനെ ഒരിക്കൽ കൂടി പുറങ്കാല് കൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മഹത്വം കൊണ്ടല്ല ജനങ്ങൾ കോൺഗ്രസിന് ഇത്രയും വ്യാപകമായി വോട്ട് ചെയ്തത്. കേരളത്തെ വർഗീയമായി വിഭജിക്കാൻ പിണറായി നടത്തിയ ശ്രമത്തോടുള്ള അതിരൂക്ഷമായ പ്രതികാരമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, മലപ്പുറത്തെ മതേതര വിശ്വാസികളായ മുഴുവൻ മനുഷ്യരും അവരുടെ നാടിനെ അപമാനിക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളിക്കും പിണറായിക്കുമെതിരെ വിധി എഴുതിയിരിക്കുന്നു. CPM-ഉം പിണറായിയും ഇതിൽ നിന്ന് പാഠം പഠിച്ചാൽ അവർക്ക് കൊള്ളാം. പഴയതുപോലെ വർഗീയതയുടെ വിജയം എന്ന പതിവ് ആരോപണം കൊണ്ട് വോട്ടടയ്ക്കാനാണ് ശ്രമമെങ്കിൽ വരുന്ന ആളുകൾ ഇതിനേക്കാൾ കടുപ്പമേറിയതായിരിക്കും CPM-ന്.